ഇപ്പോഴത്തെ ഈ ഒരു ചൂടിന് നമ്മൾ ജ്യൂസ് കുടിക്കാണ്ടിരിക്കുന്ന ഒരു നേരം പോലും ഉണ്ടാവില്ല. കാരണം അത്രയും ചൂടാണ് ഇപ്പം പുറത്തില്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് കണ്ണൂർ സ്പെഷ്യൽ കോക്ടെയിലാണ്. നമ്മൾ ഈ ഒരു ചൂടിനെ കുറച്ച് തണുപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അത് നടുക്കെ കട്ട് ചെയ്തിട്ട് നമ്മൾ രണ്ടാളും കൂടി അതിൻ്റെ തോലെല്ലാം ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പം അത് നമ്മളിങ്ങനെ പെട്ടെന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ വലിയൊരു കപ്പക്കയാണ്ടായിന് അത് പകുതിയേ വേണ്ടി വന്നിട്ടുള്ളൂ. കാരണം പിന്നെ വലിയ കുറേ അടിച്ച് വെച്ചാൽ പിന്നെ കയ്പ്പ് വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഒരു പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിനിടക്ക് മാമി തിന്ന് എന്നും പറഞ്ഞിട്ട് കുഞ്ഞെനക്ക് വായിൽ വെച്ചിരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാനും അതൊരു കഷ്ണം വായിലിട്ടു. കപ്പൊക്കെ നല്ല മധുരമുണ്ട്. അപ്പോൾ നമ്മളെല്ലാം മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു പാത്രത്തിൽ കുറച്ച് ഡേറ്റ്സും നട്ട്സെല്ലാം ഇട്ടിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ് നമ്മൾ ഓൾറെഡി പുഴുങ്ങിയെടുത്തതാണ്. പിന്നെ ഒരു ഐസ്ക്രീം വേണം. അങ്ങനെ നമ്മൾ ജാറിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച കപ്പൊക്കെ ഇടുക. കപ്പൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ക്യാരറ്റും ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് പിന്നെ പഞ്ചസാര, അതിനുശേഷം നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതായത് നല്ലോണം അരച്ചെടുക്കുക. അതൊന്ന് അരഞ്ഞ് റെഡിയായി വരുന്ന സമയത്ത് നമുക്ക് നല്ല കട്ട പാല് വേണം. അത് ഞാൻ പറയാൻ മറന്നുപോയി ഫസ്റ്റിലെ. നല്ല കട്ട പാല് നല്ല അടിച്ച് അതിനെ പൊടിയാക്കിയിട്ട് ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. മൊത്തം ഇട്ട് കൊടുക്കുക പാല് മൊത്തത്തിലിട്ടിട്ട്. എന്നിട്ട് അതിന് ശേഷം ആദ്യം ഒന്നും കൂടി നല്ലോണം അതൊന്ന് അരച്ചെടുക്കുക. കുറച്ച് നേരം നമുക്കത് അങ്ങനെ തന്നെ വെക്കുക. അതൊന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്ത് വരണം. അതിന് ശേഷം അത് മിക്സി ഒന്ന് ഓഫാക്കിയിട്ട് നമുക്ക് നേരെ അതിലേക്ക് നമ്മൾ ഐസ്ക്രീം ഉണ്ട്. അപ്പം അതൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. മൊത്തം ഐസ്ക്രീം ഇടണ്ട, കുറച്ച് മാത്രം ഇട്ടാൽ മതി. അതിന് ശേഷം വേണം ഒന്നും കൂടി അത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ മിക്സ് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ നട്ട്സ് എല്ലാം അതിലേക്ക് ഇടുന്നുണ്ട്. ഡേറ്റ്സ് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്. കാരണം വേണമെങ്കിൽ ഇട്ടാൽ മതി. ബാക്കി നട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇടുക. കാരണം ഈ ഒരു ജ്യൂസിന് ഇങ്ങനെ എന്തെങ്കിലും ഇടയ്ക്ക് കടിക്കാൻ കിട്ടുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ 3 ഗ്ലാസ്സിലേക്കും നമ്മൾ ജ്യൂസ് ഇങ്ങനെ നമ്മൾ കോക്ടെയിൽ റെഡിയാക്കി ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലും കൂടി ഒന്ന് ഈ ഒരു നട്ട്സ് ഇട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഈ 3 ഗ്ലാസ്സിലും നമ്മൾ റെഡിയാക്കി ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് സ്പൂൺ ഇട്ടിട്ട് നല്ലോണം ഒന്നിങ്ങനെ ഇളക്കിയെടുക്കണം. എന്നാലേ ആ ഒരു നമ്മളെ നട്ട്സ് എല്ലാം ഉണ്ടല്ലോ അതൊന്ന് മിക്സ് ചെയ്ത് വരുമല്ലോ. അപ്പോൾ സ്പൂൺ ഇട്ടിട്ട് നല്ലോണം ഒന്നിങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം വേണം നമ്മളപ്പോൾ 3 ഗ്ലാസ്സിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കൂടുതൽ ഡെക്കറേഷൻസ് ഒന്നുമില്ല. ഇനി ഇതെടുത്തൊന്ന് കുടിക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനും പെങ്ങളും ഫസ്റ്റിൽ കുടിക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ഗ്ലാസ് മേശമ്മ കണ്ട അത് എറണാടില്ലാന്ന് ആള് പറഞ്ഞ പ്രകാരമാണ് നമ്മൾ ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കിയത്. അപ്പോൾ നല്ല രസമുണ്ട്, ശരിക്കും നല്ല ടേസ്റ്റ് ഐസ്ക്രീമെല്ലാം ഇടുന്നുണ്ട്. അങ്ങനെ നമ്മളെ കണ്ണൂർ കോക്ടെയിൽ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷമായിട്ട് വരാം. ടാറ്റാ.